വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ്. ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട്. നടന്റെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ വാർത്തകളിൽ നിറച്ച സംഭവങ്ങളാണ്. ഒരു കാലത്ത് ഒട്ടനവധി ആരാധകർ ഉണ്ടായിരുന്ന സെലിബ്രിറ്റി കപ്പിളായിരുന്നു ബാലയും അമൃത സുരേഷും. എന്നാൽ മകൾ പിറന്നു വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. മകളെ തനിക്ക് കാണാൻ കിട്ടുന്നില്ലെന്ന പരാതി എപ്പോഴും ബാലയ്ക്കുണ്ട്. അമൃതയും താനും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം മകൾ മാത്രമാണെന്നാണ് ബാല പറയാറുള്ളത്. ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. അതിനുശേഷം ഒരു വർഷം മുൻപ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദറും അമൃതയും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം അമൃതയെക്കുറിച്ച് ഗോപി സുന്ദറിനെ കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. അമൃതയുമായി വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. എന്താണ് കാരണമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി. സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി. അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുടുംബം, കുട്ടികൾ എന്നിവയൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല. ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അന്ന് ഞാൻ തളർന്നുപോയി. എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ. അതോടെ ഫ്രീസായി. 3 പേര് എസ്കേപ്പ് ആവില്ല. 2 പേരല്ല, 3 പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. തനിക്ക് മകളുള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു. മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത്. എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത്. പിന്നീട് ഗോപി സുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത്. തന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷേ ഗോപി സുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചത്. ഗോപി സാർ വേറെ ലോകത്തിലാണ്. എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഗോപി സുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എനിക്കും ഒരു മകളുണ്ടെന്നാണ് ബാല പറഞ്ഞത്. ഗോപി സുന്ദർ തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറഞ്ഞിരുന്നു. അടുത്തിടെ കരൾ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയതും വാർത്തയായിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ച് ബാല തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ മകളെ അമൃത കാണിക്കാനായി കൊണ്ടുവന്നിരുന്നു. അന്ന് ഏറെ നേരം മകൾക്കൊപ്പം ബാല ചിലവഴിച്ചിരുന്നു. ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ലെന്നാണ് അടുത്തിടെ ബാല പറഞ്ഞത്. പേടിച്ചിട്ടാണ് വന്നത്. എന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടാകുമല്ലോ. എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവർക്കറിയാമല്ലോ. സ്നേഹം കൊണ്ടല്ല, പേടിച്ചിട്ടാണ് വന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, അവർ 2 പേരെ, അമൃതയും ഗോപി സുന്ദറിനെയും കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. പക്ഷെ ഗോപി സുന്ദർ പക്ക ഫ്രോഡാണ്. എന്നാ ഡൗട്ടിരിക്ക, പക്ക ഫ്രോഡാണ് അവൻ. വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് പറയുന്നതല്ല ഇത്. തമിഴിൽ ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിന് ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കില്ല. ഒരിക്കലും പെറുക്കാനാവാത്ത കാര്യങ്ങളാണ്. ഒരു ഇന്റർവ്യൂവിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മാത്രമല്ല, പുറത്ത് ആരോട് ചോദിച്ചാലും ഇങ്ങനെ പറയൂ എന്നാണ് ബാല പറഞ്ഞത്.